ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇസ്മി നിർമ്മൽ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന രണ്ട് ടോപ്പിക്കിനെ പറ്റിയാണ്. ഒന്ന് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലെ ഗുരുക്കന്മാരെ പറ്റിയും രണ്ടാമത്തത് യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഒരാളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റിയുമാണ്. അത് പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാനെന്ന വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഇതൊരു ഇമോഷണൽ വീഡിയോ ആയിട്ട് മാറും. ഇമോഷൻസ് കൊണ്ട് മാത്രം കെട്ടിപ്പൊക്കി വീഡിയോ ആയിട്ട് മാറും. അങ്ങനെ വീഡിയോ അവതരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഞാനിത് മാക്സിമം പ്രൊഫഷണലായിട്ട് തന്നെ കീപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അങ്ങനെ പറയുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ടൊരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഹ്യൂമൻ ഇവല്യൂഷൻ. അത് നമ്മളെപ്പോഴും അതിനെപ്പറ്റി കൺസേൺഡ് ആണ്, അത്യാവശ്യപ്പെട്ട ആൾക്കാരൊക്കെ. ഹ്യൂമൻ ഇവല്യൂഷൻ, ഹ്യൂമൻ അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് ലോകം. അതിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിൽ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എക്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഇന്ന് തന്നെ കാണുന്ന പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ആ ആപ്പ് വന്നപ്പോൾ തൊട്ട് ഈ ഒരു നിലയിൽ എത്തിയത് വരെ വളരെ ഒരു അത്ഭുതമായിട്ടുള്ള കഥ തന്നെയാണ്. കാരണം ലോകത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിവുകൾ പകർന്നു കൊടുത്തതും അവർക്ക് മറ്റൊരു ലോകം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തതും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടിയാണ്. അത് നമുക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിൽ തന്നെ ഒരുപാട് നീഷുണ്ട് വീഡിയോ ചെയ്യുന്നവർക്ക്. ഫാക്ട്സ് ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ടോക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് രീതിയിൽ എഡ്യൂക്കേഷൻ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നീഷ ഇതിനകത്തുണ്ട്. അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള നീഷയാണ് യൂട്യൂബ് ഗുരൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പറ്റി ഇരുപത്തിമാർ ഒന്നും പറയാനില്ല. കാരണം അത് അവരവരുടെ തൊഴിലാണ് ചെയ്യുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ഞാൻ പറയാം. യൂട്യൂബിൽ എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെ വളരാം, പിന്നെ അവരുടെ സ്ഥിരം ഒരളവാണ് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 4000 മണിക്കൂറിൻ്റെ വാച്ച് അവറും എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എല്ലാ ആഴ്ചയും എല്ലാ മാസവും അത് തന്നെ റിപ്പീറ്റായിട്ട് ഇടുന്ന ആൾക്കാർ യൂട്യൂബ് ഗുരുക്കന്മാരുടെ കൂട്ടത്തിലുണ്ട്. ആരുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ അവർ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദർ ജോബ്. ആർക്കും ഒരു ഹാം ഉണ്ടാക്കാതെ ദേ ആർ ഡൂയിങ് ദർ ജോബ്. പക്ഷേ ഞാൻ പറയാൻ കാരണമെന്ന് പറയുന്നത് കുറച്ച് ആളുകൾ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആഴത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ യൂട്യൂബിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അത് ഇതിനെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിന് മുമ്പേ ഒരു കാര്യം പറയാം. ഈ യൂട്യൂബ് ഗുരുക്കന്മാരുടെ വീഡിയോസ് യൂട്യൂബിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക്, ഫസ്റ്റ് ടൈം യൂട്യൂബിൽ വരുന്ന ഒരാൾക്ക് ഉപകാരങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. സത്യമായിട്ടും ആ ഒരു യൂട്യൂബ് ഗുരുസിനെ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് ടൈം യൂട്യൂബേഴ്സിന് അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അവരത് കുറേ കാര്യങ്ങൾ പഠിക്കും, യൂട്യൂബിനെ പറ്റി മനസ്സിലാക്കും, അവരത് അവരുടെ വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ അങ്ങനെ അവരുടെ ഫ്യൂച്ചർ ശരിക്കും ബിൽഡ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് വരുമ്പോഴുള്ള സീരീസിലുള്ള അവർ കാണുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ടല്ലോ, ആ യൂട്യൂബിൽ ബന്ധപ്പെട്ട വീഡിയോസ്, അതെല്ലാം അവർ ഗുണമായി ചെയ്യത്തുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ഒരു യൂട്യൂബിൽ ഗുരുക്കന്മാരുടെ ചാനലിൽ അപ്ഡേറ്റ്സും പുതിയ വാർത്തകളും അല്ലാതെ എഗെയിൻ ദ സെയിം വീഡിയോ അബൌട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 4000 നമ്പേഴ്സ് വാച്ച് ടൈം തന്നെ വീണ്ടും റിപ്പീറ്റ്ലി കാണുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അവരുടെ ഒരു മാനസിക നിലയെന്ന് പറയുന്നത് വളരെ തകർന്നവരാണ്. അത് പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. അവരുടെ ലൈഫിലെ ഓരോ ചലനങ്ങളും ഓരോരോ അവരുടെ ലൈഫിലെ ഡിസിഷൻസ് വരെ അവർ ചെയ്യുന്നത് അവരുടെ യൂട്യൂബ് കരിയറിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കരുതിയിട്ടാണ്. അങ്ങനത്തെ കുറേ ആളുടെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവൻ യൂട്യൂബിൽ ഒരുപാട് വർഷം ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ മാറി എൻ്റെ വീട്. അവൻ ഒരുപാട്, ഇപ്പം എൻ്റെ ചാനലിലേക്ക് ഞാൻ പൈസ മുടക്കിയിട്ട് വളരെ കുറവാണ്. ഒരു ക്ലോത്തും ഒരു മൈക്ക് മേടിക്കാൻ വേണ്ടി കൂടിപ്പോയ 1000 രൂപ മുടക്കാം. പക്ഷേ അവൻ ഏകദേശം ഒരു 10-15,000 രൂപ മുടക്കിയൊരു ചെക്കനാണ്. അപ്പം ഞാൻ പറയുന്നത് ഇമോഷണൽ ആയിട്ട് വീഡിയോ പോകുമായിരിക്കും. ഞാൻ മാക്സിമം പ്രൊഫഷണലായിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, സോ അപ്പം അങ്ങനെയുള്ള ആളുകൾ അവരുടെ ലൈഫിലെ ഡിസിഷൻസ് എടുക്കുന്നതും ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ പറയും, ബ്രോ ഇറ്റ്സ് ജസ്റ്റ് ഇത് ഇത്ര ഡീപ്പായിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം, ജസ്റ്റ് കീപ്പ് ഇറ്റ് ഔട്ട്സൈഡ് ഓഫ് യുവർ ഹെഡ്, അങ്ങനെ പറഞ്ഞേക്കാം. ബട്ട് മാൻ, സം പീപ്പിൾ ആർ സോ ഒബ്സസീവ്. അത് ആക്ച്വലി നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. ഈ ഒബ്സസീവായിട്ടുള്ള ആൾക്കാർ
അതിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു 1% ആൾക്കാരെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ ലൈഫിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വളരുന്നതിനെ പറ്റിയോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അങ്ങനെയുള്ള ആളുകളാണ് ആ പറഞ്ഞ ഫ്രണ്ടൊക്കെ. സോ ഇങ്ങനെ ഈ യൂട്യൂബ് ഗുരുക്കന്മാരുടെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോസ് മാത്രം കണ്ട് എന്താണൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നതെന്ന് മാത്രം ആലോചിച്ച് ഒരുപാട് പേര് അവരുടെ ലൈഫിലെ നല്ല നിമിഷങ്ങൾ വരെ മറന്നു പോയിട്ടുണ്ട്. ലൈഫിൽ ഒരു കല്യാണം വരെയായി കൂടാത്തവരെ എനിക്കറിയാം, ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവരെ എനിക്കറിയാം, സമൂഹത്തിൽ ഇടപഴകി നിൽക്കാൻ പറ്റാത്തവരറിയാം, തൊട്ടതും പിടിച്ചതും എല്ലാം ഒഴിവാക്കുന്നവരെ എനിക്കറിയാം. കാരണം അവർ പറയുന്നത് അവർക്ക് വീട്ടിൽ പോയിട്ട് വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, അതാണ് എൻ്റെ ഗോള്. അങ്ങനെ ഈ ഒരു രീതിയിൽ 5-6 കൊല്ലം യൂട്യൂബ് കാരണം ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റാതെ, സമൂഹത്തിൽ പുറത്തിറങ്ങാൻ പറ്റാതെ, കല്യാണം കൂടാൻ പറ്റാതെ, ഒന്നിനും പറ്റാതെ നടന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ നോക്കുന്നത് ആ യൂട്യൂബ് ഗുരുക്കന്മാരുടെ വീഡിയോയിലാണ്. ഗുരുക്കന്മാരെന്താ പറയുന്നത്? നിങ്ങൾ വീണ്ടും ശ്രമിക്കുക, നിങ്ങൾ അത് നോക്കുക, ഈ സെറ്റിംഗ് ഓഫ് ആക്കുക, ആ സെറ്റിംഗ് ഓണാക്കുക, ആ സെറ്റിംഗ് ഓഫ് ആക്കി ഓണാക്കുക, ഈ സെറ്റിംഗ് കറക്കുത്തുക, അങ്ങോട്ട് കറക്കുത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും അവരുടെ വീഡിയോ ആണ്, 4000 അവേഴ്സിൻ്റെ വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം. ഇത് തന്നെ കേട്ട് കുറേ പേർക്ക് സത്യം പറഞ്ഞ സമൂഹത്തിൽ, ഞാൻ കളിയാക്കി പറയുമല്ല, ഭ്രാന്തായിട്ടുണ്ട് സമൂഹത്തിൽ. ശരിക്കും സീരിയസ്ലി ഭ്രാന്തായിട്ടുണ്ട്. അവരുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആൾക്കാരെ, കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, ലൈഫിൽ ഒരുപാട് കാര്യം അവർ ഇമ്പാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഞാനെന്ന വ്യക്തി, നിർമ്മൽ എന്ന് പറയുന്ന വ്യക്തി, ഈ പ്ലാറ്റ്ഫോമിൽ വന്ന 5 കൊല്ലം വന്നിട്ട് ഈ ഒരു വന്ന നാൾ മുതൽ ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് റൂൾ ഓഫ് യൂട്യൂബ്, ഇറ്റ് ഈസ് നോട്ട് എ ജോബ്. ഈ അങ്ങനെയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ദിസ് ഈസ് നോട്ട് എ ജോബ്, ഇറ്റ്സ് എ ഹോബി. ഇതൊരു ഹോബി മാത്രമായിരിക്കണം. ഇതിൽ നിന്ന് എത്ര കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ജസ്റ്റ് എ ഹോബി ഫോർ യു ഇൻ യുവർ ലൈഫ്. അത് മാത്രമായിരിക്കണത്. പുറത്ത് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്തോണം. പഠിത്തമാണെങ്കിൽ പഠിത്തം, ജോലിയെങ്കിൽ ജോലി. വാട്ട് എവർ യു ഡു ഔട്ട്സൈഡ് ദിസ്, യു ഗോട്ട് കീപ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, വെൻ യു കം ഹിയർ ഇറ്റ്സ് ജസ്റ്റ് യുവർ ഹോബി, നത്തിങ് മോർ നത്തിങ് ലെസ്, ജസ്റ്റ് എ ഹോബി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്രോത്ത് ഉണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റ് വീഡിയോ തട്ടിക്കറിഞ്ഞിരിക്കാം, മേ ബി സെക്കൻഡ് വീഡിയോ, മേ ബി യുവർ 10th വീഡിയോ, 100th വീഡിയോ. ഓർ എൻ്റെ ലൈഫിൽ ഏകദേശം എൻ്റെ ഒരു 50th 60th വീഡിയോ ആണ് കത്തിക്കയറിയത്. പിന്നെ വളർച്ചയായിരുന്നു, വലിയ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും യൂട്യൂബർ ഓക്കെ കത്തിക്കയറും. ബട്ട് ദാറ്റ് ഡസൻ മീൻ നിങ്ങളുടെ എല്ലാ വീഡിയോ കത്തിക്കയറും. ഇല്ല, ഒരെണ്ണം കയറി, അത് അതിൻ്റെ ലക്കാണ് എഗെയിൻ. ഓക്കെ, അവിടെയാണ് ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്. ദിസ് പ്ലാറ്റ്ഫോം ഈസ് നോട്ട് അബൌട്ട് യുവർ സ്കിൽസ് മാൻ, not about your skills, not about how much money you spend in your gears and anything like that. No, it is all about your luck. അടുത്ത സമയം അടുത്ത് വരുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോത്തും കണ്ട് സന്തോഷിക്കരുത്. കാരണം അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ സന്തോഷിപ്പിക്കുക. ഞാൻ ഒരു കാര്യം ചെയ്തു, അത് കണ്ട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എനിക്ക് ലൈക്സ് കിട്ടി, കമൻറ്റ്സ് വന്നു, ദാറ്റ്സ് ഗ്രേറ്റ്. ലൈഫിൽ ഒരു ഡിസിഷൻ പോലും ഇതിൻ്റെ ബലത്തിൽ കെട്ടിപ്പൊക്കരുത്. ഇതിൻ്റെ ബലത്തിൽ കെട്ടിപ്പൊക്കാനോ ഇതിൻ്റെ ബലത്തിൽ ആലോചിച്ച് കൂട്ടാനോ പാടില്ല. ഡിസിഷൻസ്, ആക്ഷൻസ്, റിലേഷൻഷിപ്സിൻ്റെ വരുത്തുന്ന കോംപ്രമൈസസ്, ഇതൊന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ആകരുത് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത്. ബിക്കോസ് ദിസ് ഇസ് ദ പ്ലാറ്റ്ഫോം. അത് എന്നും വേണം ഡിസിപ്പിയർ ആകാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. ഇറ്റ്സ് പോസിബിൾ. ഒരു 0.11% ആണെങ്കിലും പോസിബിളാണ്. ഈ പ്ലാറ്റ്ഫോം എന്നും ആണെങ്കിലും ഡിസിപ്പിയർ ആയി പോവാം. സോ അങ്ങനെ എടുക്കുന്ന ആൾക്കാരെ എനിക്ക് അറിയാവുന്നത് കൊണ്ടും അങ്ങനെയുള്ള കുറച്ച് വീഡിയോ കാണും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. സോ സ്റ്റേ കൂൾ, സ്റ്റേ ഹാപ്പി. ഇറ്റ്സ് ബോയ് നിർമ്മൽ സൈനിങ് ഓഫ്.